കരയണോ അതാക്കണോ ഈത്താക്കണോ കൊണ്ടായിണ്ട് പറഞ്ഞിട്ട് ഞാൻ ടീച്ചറിന് സാരി എടുത്തോണ്ട് പിടിക്കലായി പിറ്റേ ദിവസം സ്കൂളിൽ വിളിക്കലായി. പിന്നെ മിസ് പറഞ്ഞു കുഴപ്പമില്ല അറിയാതല്ലേ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കൂൾസ് ഒക്കെ തുറന്നു, എല്ലാ മക്കളും സ്കൂളിൽ പോവാണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ എൻ്റെ 10th എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് എടുക്കുന്ന ആരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്നെല്ലാം കൂടി പറഞ്ഞു തരാമെന്ന്. ഒക്കെ കൂടി എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡും നമ്മൾ LKG UKG ആ ടൈമിലൊന്നും എന്താണ് ഏതാണ് എന്നൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ബട്ട് ഓർമ്മയുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നതും ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു, കേരള സ്കൂള്, കേരള GUPS പഴയകടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് നമ്മളെ സ്കൂൾക്ക് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ നമ്മൾ സ്കൂൾക്ക് നമ്മൾ പാരൻസൊക്കെ ആക്കി തരും. അങ്ങനെ നമ്മളെല്ലാവരും സ്കൂളിലെത്തും. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, ഓനും ഞാനും ഒപ്പമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് നമുക്ക് ഫ്രണ്ട്സ് ഇല്ല. പിന്നെ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഓൾറെഡി നഴ്സറി അംഗനവാടി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്കൂൾ പോവാണല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂൾ പോകാൻ ഇഷ്ടമായിരുന്നു, ബിക്കോസ് നമ്മൾ ഈ നഴ്സറിയിൽ അല്ലെങ്കിൽ അംഗനവാടിയിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ കളിക്കുക കിടന്നുറങ്ങുക ആ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ അതാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് എത്തി, പുതിയ ബാഗ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു യെല്ലോ കളറുള്ളൊരു മറ്റേ തവളയൊക്കെ ഉള്ളൊരു കുടയായിരുന്നു എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തേർഡ് 3ാം ക്ലാസ് പഠിക്കുന്ന വരെ എൻ്റെ അടുത്ത സാധനം ഉണ്ട്. പക്ഷേ ഞാൻ 2ാം ക്ലാസ്സിനൊക്കെ എൻ്റെ അമ്മനോട് വാങ്ങിപ്പിച്ചെന്ന് പറയാം. നമുക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും സ്കൂളിലെത്തി. ഫസ്റ്റ് സ്കൂളിലെത്തിയ സമയത്ത് അന്ന് ഞാൻ ഓൾറെഡി മദ്രസയിൽ 2nd സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ഒരു ക്ലാസ് താഴെയും മദ്രസ ഒരു ക്ലാസ് മുകളിലും അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സ്കൂളൊക്കെ എത്തിയിട്ടോ. മദ്രസ പഠിച്ചെന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ആളോട് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് വേറൊരു കുട്ടി ഉണ്ട്, അതായത് ഓളും ജിഷാന എന്ന് പറഞ്ഞിട്ടോ, ഓള് ഫ്രണ്ട് ഓളായിരുന്നു അന്ന് ആദ്യം. അപ്പോൾ ഓല് കമ്പനി ആയിരുന്നു, അപ്പം ഞാനും കമ്പനി. അങ്ങനെ നമ്മൾ കമ്പനി വേഗം എന്ത് ചെയ്തു, ബിൽഡായി. വലിയ സമയം നിർത്തുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്കൂളിലെത്തിട്ടോ. അന്ന് നമ്മൾ ഫസ്റ്റ് സ്കൂളിലെത്തി. അന്ന് എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു രാധാമണി മിസ്സായിരുന്നു. മിസ്സിനെ കണ്ടാൽ നമുക്ക് ഭയങ്കര പേടിയാവും, ബിക്കോസ് എൻ്റെ അംഗനവാടിയിൽ പഠിച്ച സമയത്ത് എൻ്റെ മിസ്സിനെ കണ്ടാൽ തന്നെ നമുക്കൊരു പാവാണ്, അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ രാധാമണി ടീച്ചറിനെ കാണുമ്പോൾ രാധാമണി ടീച്ചർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണെന്ന് തോന്നി. പക്ഷേ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞത്, അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഞാനും എൻ്റെ കസിനുണ്ട്, ഓല് ഞങ്ങൾ 2ആളായിരുന്നു, ദാദാളായിരുന്നു അംഗനവാടിയിൽ. അപ്പോൾ അഫ്കോഴ്സ് എന്താണ് സ്കൂളിൽ നമ്മൾ ആ ഒരു മൈൻഡിലാണ് സ്കൂളിൽ പോണത്. പക്ഷെ സ്കൂളിൽ പോയ സമയത്ത് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ബ്രദർ അന്ന് എത്രയില്ല, അവന് 2ലോ 3ലോ 4ലോ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം, കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് എന്തും ചെയ്യാം, കാരണം എന്തിനും ചെയ്തോ വന്നിട്ട് ഇടപെട്ടോളും. അങ്ങനെയായിരുന്നു. ഞാനൊരു ദാദ പോലെയൊന്നും സ്കൂളിൽ നമ്മളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയറാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട് അന്നൊക്കെ ഉച്ചവരെ ഇല്ല, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളാക്കിയിട്ട് പോയി. നമുക്കറിയില്ല അത് എങ്ങനെ വീട്ടിൽ പോകണം, എങ്ങനെയാണ്, ഏതാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മളെ അയൽവാസികൾ ഓലൊക്കെ ഉണ്ട്, വലിയോലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഏകദേശം എമ്മിപ്പൊക്കെ കയ്യിന് വരെ നിൽക്കണേ. എൻ്റെ അമ്മക്കുപ്പാക്കും എൻ്റെ അമ്മക്കുപ്പാക്കും കൂടി അർജൻറ്റായിട്ട് ഓലാണ് പോയിക്കണേ. ബിക്കോസ് ഞങ്ങളെ ഏട്ടന്മാരും താത്തമാരൊക്കെ എന്തുണ്ട്, ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓലപ്പം ഞങ്ങൾ വിടാനുള്ള പ്ലാനിലാണ് ഓല്. അങ്ങനെ നമ്മളെത്തി, നമ്മൾ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇരുന്ന് അന്നിങ്ങനെ ടേബിൾ നിന്നിട്ട് കുറേ ചെയർ, ഒരു ഇതിൽ 4 ചെയർ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ചെയറിലൊക്കെ ഇരുന്ന് അന്ന് നമുക്ക് മിഠായിയൊക്കെ തന്ന് മിസ്സ് വന്നേക്ക് എന്താട്ടിയെന്നറിയോ, മിസ്സ് കുറേ നേരം നമ്മളോട് പേരൊക്കെ ചോദിച്ച് കളികളൊക്കെ പറഞ്ഞു നാളെ മുതലാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ത്രില്ല് കാരണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ക്ലാസ് എന്നൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് A വെച്ചിട്ടാണ്. അപ്പോൾ ഓൻ്റെ പേരാണ് ഫസ്റ്റ് വിളിച്ചത്. അപ്പോൾ ഓൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേര് വിളിക്കണമെന്നാണ്. പക്ഷെ എൻ്റെത് എന്നായതുകൊണ്ട് എൻ്റെ കുറേ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഓൻ്റെ കഴിഞ്ഞേക്ക് എന്നെ വിളിച്ചില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായി. അല്ല മിസ്സിനോട് പറഞ്ഞു, മിസ് എൻ്റെ പേരാദ്യം വിളിക്കണം, ഞാനാണ് ഫസ്റ്റ്, എന്നിട്ടാണ് ഓനാണ്ട്. അന്ന് തന്നെ നമ്മൾ പ്രശ്നമാക്കിയിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഹെഡ് മിസ്ട്രസ് എന്ന് പറയുന്നത് പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്താ എന്തോ
മുപ്പത്തിയെട്ടി ഭയങ്കര ചൂടത്തിയിരുന്നു. HM എന്ന് പറഞ്ഞാൽ മുപ്പത്തിയെട്ടി ഭയങ്കര ചൂടത്തിയിരുന്നു. അപ്പം നമ്മളോടൊക്കെ ഓൾറെഡി എൻ്റെ കാക്കുവിനോട് പറഞ്ഞത് HM ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണ് പേടിപ്പിച്ച് നിർത്തിക്കണേ. പിന്നെ HM അവിടുന്ന് കാണുമ്പോൾ നമ്മളിങ്ങോട്ട് മണ്ടും. അങ്ങനെ നമ്മുടെ ശീലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കമ്പനി, നമ്മളെല്ലാവരുടെയും കമ്പനിയാവില്ല, നമ്മൾ കുറച്ച് ആൾക്കാരുടെ മാത്രമേ കമ്പനിയാവുള്ളൂ. ബിക്കോസ് നമ്മളൊന്നും വലിയ ആൾക്കാരാണല്ലോ. അങ്ങനെ നമുക്ക് ഓൾറെഡി അന്നനെ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടായി. ഒരു ദിവസം കൊണ്ട് ഞാൻ ശത്രുക്കളുണ്ടാക്കി, മിത്രങ്ങളുണ്ടാക്കി, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. അതിൽ ആ ഒരു കുട്ടിയും വേറൊരു കുട്ടി കൂടി നമ്മളെ ശത്രുക്കളായി. എനിക്ക് പോലെ പറ്റൂല. അന്ന് എന്തോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നമായത്. കാരണം കുട്ടികളാണല്ലോ. അങ്ങനെ ശത്രുക്കളൊക്കെ ഉണ്ടാക്കി, മിത്രങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ പിറ്റേ നമ്മൾ വേഗം സ്കൂളിലെത്തുമല്ലോ. ആ സമയത്ത് ഞാൻ ചെന്ന സമയത്തിന് എൻ്റെ ശത്രു എന്ത് ചെയ്യാണ്, എൻ്റെ സീറ്റിലാണ് ഇരുന്നിക്കണത്. പിന്നെ പറയണ്ടല്ലോ, അന്ന് തന്നെ പ്രശ്നം തുടങ്ങി. അതിലോളെ നീപ്പിച്ചിലായി. ഓളെ എന്നെക്കാട്ടിലും വലിയ ജഗല്. ഞങ്ങൾ രണ്ടാൾ കൂടി ജഗലായിരുന്നു. അങ്ങനെ അവിടുന്ന് നീപ്പിച്ചും ഇവിടുന്ന് നീപ്പിച്ചും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കസിനെ ഞാൻ കൂട്ടുട്ടോ. പതുക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്കിപ്പാവലും നടത്തി. ബിക്കോസ് ഓന് വേറെ ഫ്രണ്ട്സ് ഇട്ട്, എനിക്ക് വേറെ ഫ്രണ്ട്സ് ഇട്ട്. എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഭയങ്കര പാവങ്ങളായിരുന്നു. അതായത് ഇങ്ങനെ വലിയ ചൂടാവുക അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഭയങ്കര ആളായിരുന്നു. അങ്ങനെ ഓളെ നീപ്പിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇരുത്തും, ഫ്രണ്ട്സിനെ വന്ന് ഇപ്പുറത്തേക്ക് ഇരുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. അന്നൊക്കെ എങ്ങനെ വെച്ചാൽ മിസ് എന്ത് ചോദിക്കാനുള്ള അപ്പത്തിന് എനിക്ക് ആൻസർ പറയണം, ഞങ്ങൾക്ക് ആൻസർ പറയണം. നമ്മളെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ. കാരണം നമ്മളത് മെയിൻ ആവലാണ് നമ്മൾ മെയിൻ പരിപാടി. സ്കൂളിൽ പോകുന്നത് മെയിൻ ആവുക, ദാദാ പരിപാടി ആട്ട അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറേ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ട് അങ്ങനെ പോകും. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മദ്രസയിൽ, സ്കൂളിൽ, അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ 1ാം ക്ലാസ് കഴിഞ്ഞു. 2ാം ക്ലാസ്സിക്ക് പുതിയ 2-3 കുട്ടികൾ വന്നു. അപ്പോൾ ഈ ശത്രു ഉണ്ടല്ലോ, ഓളെ നെയ്ബർ ചെയ്യുന്നു എൻ്റെ അടുത്ത് പുതിയ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ കുട്ടി. ഓളെ ഞങ്ങൾ ഫസ്റ്റ് വന്നൊന്ന് ടോർച്ചറൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞാലും പോരാ, ഓളെ ടോർച്ചർ ചെയ്തിട്ട് ഓൾ കരയടക്കം ചെയ്തിരുന്നു. ഞങ്ങൾ ഓളെ കരയിച്ചും. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും പണി അവൾക്ക് തരണല്ലോ. അങ്ങനെ നമുക്ക് 2ാം ക്ലാസ് ആയപ്പോൾ പുതിയ കുട വാങ്ങി തന്നിരുന്നു. അതിൽ ഞാനിങ്ങനെ കുടമ്പ ഇങ്ങനെ കളിക്കണം, കുടമ്പ കളിക്കുക. അതിൽ ഇതേമാതിരി ലിൻഷ ടീച്ചറായിരുന്നു അന്ന് എനിക്ക് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഇതേമാതിരി കളിച്ചപ്പോൾ എൻ്റെ അടുത്ത് കുടയാണ് വാങ്ങി വെച്ചു ടീച്ചർ. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമായി. ഞാൻ കരയണോ, അതാക്കണോ, ഇതാക്കണോ, കുട അതിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ടീച്ചറിൻ്റെ സാരി എടുത്തിട്ട് വലിച്ചു. അതപ്പം ഉണ്ടായത്. അതിൽ സാരി എടുത്ത് വലിച്ചു, പ്രശ്നമായി. പ്രിൻസിപ്പൾ അത്രയും ടീച്ചർ ചെയ്യുന്നു കേട്ടോ ടീച്ചർ. അങ്ങനെ പ്രിൻസിപ്പാൾ വിളിച്ചു. പ്രിൻസിപ്പാൾ ഭയങ്കര ചീത്ത, എൻ്റെ ഉമ്മാനെ വിളിക്കും, അതാണ് പറഞ്ഞു. അതിൽ എൻ്റെ കാക്കുണ്ടല്ലോ, ഓനോട് വന്നിട്ട് പറഞ്ഞു നമുക്ക് വീട്ടിൽ ഓനോട് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ഇങ്ങനെയാണ് പ്രശ്നം എന്നുള്ളത്. അതിൽ എന്താണ് ഓൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പറയണ്ട, വീട്ടിൽ പറയണ എന്തിനാ വേറെ പ്രശ്നമാക്കണ്ടല്ലോ എന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ പറയണില്ലല്ലോ. അതിൽ ഇബൻ എന്താടിക്കണോ, ഞാൻ വീട്ടിൽ ചെന്നേക്കണേ അമ്മയോട് പോയി പറഞ്ഞേക്കണേ ഇബൾ ടീച്ചറിൻ്റെ അതടിന്ന്. പിന്നെ എൻ്റെ അമ്മേൻ്റെ അതറിയാലോ, തല്ലലായി, പിടിക്കലായി, പിറ്റേ ദിവസം സ്കൂളിൽ വിളിക്കലായി. പിന്നെ മിസ്സ് പറഞ്ഞു കുഴപ്പമില്ല, അറിയാതല്ലേ. അന്ന് പിന്നെ പുതിയ കുടമ്പുള്ള പരിപാടി നിന്നിട്ടോ. പിന്നെ ഞാൻ അയിമക്ക് തൊടാൻ പോയിട്ടില്ല. പിന്നെ അങ്ങനെ എന്താണ് തല്ലായി, പ്രശ്നങ്ങളായി. ഞാൻ എൻ്റെ ശത്രുവും ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഭയങ്കര ശത്രുക്കളായിരുന്നു. പിന്നെ കുറച്ച് മെച്ചൂരിറ്റി ചെന്നപ്പോൾ അതൊക്കെ നിന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ 2 വർഷ പരിപാടി എന്ന് പറയുന്നത് സ്കൂളിലെ. ഇതിൽ കൂടുതലായിട്ട് വേറെ കുറേ എന്തൊക്കെ പറയാനുണ്ട്. നമ്മൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്തെന്നൊരു ചെറുക്കം വന്നിട്ട് ഓൺ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ കക്ക് കളിക്കുന്നു. ആ കക്ക് കളിക്കുന്ന സമയത്ത് വന്നിട്ട് ഓളെ പ്രപ്പോസ് ചെയ്തു. ഓനന്ന് 4 ഇവള് 2. അതിൽ വന്ന് പ്രപ്പോസ് ചെയ്ത് ഓൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. 1 വട്ടം വേണ്ട പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, 3ാമത്തെ വട്ടം പറഞ്ഞു. അതിലും കേട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, പിന്നെ 4ാം വട്ടം വന്നപ്പോൾ ഞാൻ ചെരുപ്പെടുത്തൊരു മോന്ത കടിച്ചു. അതാണ് ഇപ്പം ഉണ്ടായത്. പക്ഷെ അതൊന്നും പിന്നെ പ്രശ്നമാവുക അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഒന്നാമത് തന്നെ എൻ്റെ ബ്രദർ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എന്തും ചെയ്യാമായിരുന്നു. എന്നോട് അന്ന് ആരും ചോദിക്കില്ലായിരുന്നു. വന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രദർ പോയി തല്ലും. അങ്ങനെ നമ്മളൊരു ഗുണ്ട രീതിയിലാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ. പിന്നെ അവൻ പോയപ്പോൾ പിന്നെ എൻ്റെ ഗുണ്ട പരിപാടി നിർത്തിരും. പിന്നെ ഇങ്ങനെ ഒരു ഓളത്തിലായിരുന്നു. എല്ലാം ഓർമ്മകൾ മാത്രമായി. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഡേ അല്ല, ഒരു 2-3 വർഷത്തിൻ്റെ സ്കൂൾ ജീവിതം. പിന്നെ ഞാനവിടെ നന്നായി.